ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി. വിശദമായ പരാതി എം വി ഗോവിന്ദൻ എഴുതി നൽകിയ അൻവർ എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരായ നിലപാട് ആവർത്തിച്ചു. ആരോപണങ്ങളിൽ നിന്ന് താൻ പിന്നോട്ടു പോയിട്ടില്ലെന്നും മുൻ നിലപാടുമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഇനിയും ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. നടപടിയെടുക്കേണ്ടത് പാർട്ടിയും സർക്കാരുമാണെന്നും ഇക്കാര്യത്തിൽ തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും അൻവർ വ്യക്തമാക്കി. പാർട്ടി സെക്രട്ടറിയെ കാണും ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. ചോദ്യങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കും. അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചുകൊണ്ടൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിനെയാണ് എന്താണ് പ്രതികരിക്കാറുള്ളത്? എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല. എങ്ങനെ മാറ്റാനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റാനോ തയ്യാറായിട്ടില്ല. പാർട്ടി തലത്തിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഗുണം ഉണ്ടാകുമെന്ന് അല്ല, എനിക്കതിൽ പറയാനുള്ളത് ഇപ്പൊ വലിയ വാർത്ത ഇപ്പൊ 2 ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. ഇപ്പൊ എലിയായി പോയി, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു, ADGPയെ മാറ്റി നിർത്തണോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ? അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാര്യം, ഒരു സൂചന പറയുകയാണെങ്കിൽ, ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഞാൻ ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവർ അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ്. പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ് മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കുള്ള തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്, ഈ പാർട്ടിക്കൊക്കെ ഉണ്ട്. MLA പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ MLA പറയുമ്പോൾ ഈ MLAയുടെ പരാതിയിൽ ഒരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു. അപ്പോഴും ക്രമസമാധാനം എന്ന നിർണായക തസ്തികയിൽ MR അജിത് കുമാർ ഇരിക്കുകയാണ്. അത് അപ്പോൾ നീതിപൂർവമായ ഒരു അന്വേഷണം എങ്ങനെ നടക്കും? ഈ G സ്പർജൻ കുമാർ ആണെങ്കിലും തോമസ് ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ്. അപ്പൊ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും? അല്ല, അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടത്. ആ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ? അല്ല, അങ്ങേക്ക് പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതെങ്കിലും മനുഷ്യരുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അങ്ങേക്ക് പിന്നിൽ? അല്ല, ദൈവമായിട്ട് നിൽക്കുള്ളൂ. ദൈവം മനുഷ്യന്റെ രൂപത്തിലൊന്നും അവതരിക്കില്ല എന്റെ വിശ്വാസപ്രകാരം. മനസ്സിലായോ? അപ്പൊ അതിന്റെ വഴിക്ക് പോകും. അദ്ദേഹം അങ്ങനെയാണ് ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാരുടെ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോകേണ്ടത്. അപ്പൊ അങ്ങനെ സാഹചര്യം നിൽക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാനും ചോദിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവുമോ? പരിഹാരം വേണ്ടേ? അല്ല, അതിന് പരിഹരിക്കണല്ലോ. അതിന് പരിഹാരം ഉണ്ടാവണ്ടേ? അല്ല, അത് പഠിക്കട്ടെ എന്ന്. അങ്ങനെ ഉണ്ടാവോ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർത്തി. എങ്ങനെ? അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലുമായി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ പറഞ്ഞു. അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ ശ്രീദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ. ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം. കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ
ഇപ്പോഴും വിശ്വസിക്കും. അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. അല്ല, ഇന്നലെ അതേ പരാതിയാണോ? അതേ പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക്. അങ്ങ് പാർട്ടി സംവിധാനത്തിൽ പുറത്തു നിൽക്കുന്ന ഒരാളാണ്. അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പി വി അൻവറിന്റെ വാക്കുകളാണ് കേട്ടത്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, സർക്കാരിന് കൊടുത്ത അതേ പരാതി പാർട്ടിക്കും കൊടുത്തിരിക്കുകയാണ് ഇന്ന് പി വി അൻവർ. തനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു, പക്ഷെ ആരും ഇതുവരെ ഉറപ്പൊന്നും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാണ് പി വി അൻവർ ഇന്ന് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? അശ്വതി, മുഖ്യമന്ത്രിക്ക് ഇന്നലെ കൈമാറിയ അതേ പരാതി തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്കും പി വി അൻവർ ഇന്ന് രാവിലെ നേരിൽ കണ്ട് കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ലക്ഷ്യം വെച്ചത് അതാണ്. എന്തായാലും പി വി അൻവർ MV ഗോവിന്ദനെ കണ്ട് പാർട്ടി സെക്രട്ടറിക്കും അതേ കത്ത് തന്നെ നൽകിയിരിക്കുകയാണ്. തനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ വലിയ ആരോപണം കൊണ്ടുവന്നപ്പോൾ എലി പോലെ ആയല്ലോ എന്ന വാർത്തകൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, എലിക്കും അത്രയും തന്നെ പ്രധാനപ്പെട്ട ജീവിയല്ലേ എലിയും. ഒരു വീട്ടിൽ എലി ഉണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടാവുക എന്ന രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്.